അങ്ങനെയിരിക്കെ ഈജിപ്തിലെ രാജാവ് ഒരു വിചിത്ര സ്വപ്നം കണ്ടു. 7 മെലിഞ്ഞ പശുക്കൾ 7 തടിച്ച പശുക്കളെ തിന്നുന്നു. കൂടാതെ 7 പച്ച ധാന്യക്കതിരുകളും 7 ഉണങ്ങിയ ധാന്യക്കതിരുകളും അദ്ദേഹം കണ്ടു. രാജധാനിയിലെ ആർക്കും അതിന്റെ അർത്ഥം പറയാനായില്ല. അപ്പോഴാണ് രാജാവിന്റെ പരിചാരകൻ യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ ഓർത്തത്. അദ്ദേഹം യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി രാജാവിനോട് പറഞ്ഞു. അങ്ങനെ യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ രാജധാനിയിൽ വിളിപ്പിച്ചു. യൂസഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, 7 തടിച്ച പശുക്കൾ 7 വർഷത്തെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. 7 മെലിഞ്ഞ പശുക്കൾ 7 വർഷത്തെ കടുത്ത ക്ഷാമത്തെ സൂചിപ്പിക്കുന്നു. പച്ചധാന്യക്കതിരുകൾ വിളവും സമ്പത്തും നിറഞ്ഞ വർഷങ്ങൾ. ഉണങ്ങിയ ധാന്യക്കതിരുകൾ വരൾച്ചയും ഭക്ഷ്യക്ഷാമവും നേരിടേണ്ടി വരുന്ന വർഷങ്ങൾ. യൂസഫ് നബി അലൈഹി ഇസ്ലാം സ്വപ്നത്തിന്റെ അർത്ഥം മാത്രമല്ല അതിന്റെ പരിഹാരവും പറഞ്ഞു. ആദ്യത്തെ 7 സമൃദ്ധിയുള്ള വർഷങ്ങളിൽ ധാന്യം ശേഖരിക്കണം. കാരണം അതിനുശേഷം വരുന്ന ക്ഷാമകാലത്ത് അത് ഉപയോഗിക്കേണ്ടി വരും. രാജാവ് യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അറിവിൽ അത്ഭുതപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തെ രാജ്യത്തിന്റെ ധാന്യശേഖരണങ്ങളുടെ ചുമതല നൽകി.